പ്രീപോൾ ആപ്പിനകത്ത് വാർഡിലെ ടീം ലീഡറുടെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് എന്നതാണ് വീഡിയോയിൽ ഡെമോ ചെയ്യുന്നത്. ആദ്യമായി നൽകിയ നിർദ്ദേശം കൃത്യമായിട്ട് വായിക്കുക. ശേഷം അപ്രൂവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി വാർഡിലെ ടീം ലീഡറുടെ ശരിയായ 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ ഒരു ഡെമോ ചെയ്യുന്നതിന് വേണ്ടി മാത്രം 0 ഉപയോഗിക്കുന്നു. ശേഷം 4 ഓപ്ഷൻസ് താഴെ കാണാൻ സാധിക്കും. ടീം ലീഡർ, ടീം മെമ്പർ, പഞ്ചായത്ത് ലീഡർ, ജില്ലാ ലീഡർ. അതിൽ ടീം ലീഡർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ടീം ലീഡർ ഏരിയ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി ലഭ്യമായിട്ടുണ്ടാകും. അവയിൽ നിന്നും ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക. ശേഷം വാർഡ് എന്ന ഭാഗത്തു നിന്നും നിങ്ങൾ ഏത് വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ലീഡറായി നിൽക്കുന്നത് ആ വാർഡ് സെലക്ട് ചെയ്യുക. ശേഷം കൺഫേം ഏരിയ സെലക്ഷൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിനകത്ത് നിങ്ങളുടെ വാർഡിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഡാറ്റ ചേർക്കലാണ്. അതിനുവേണ്ടി പുതിയ പാർട്ടി ചേർക്കൽ എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ പേര് നൽകുക. അതുപോലെ പ്രതീകാത്മകമായ ഒരു നിറവും സെലക്ട് ചെയ്യുക. അതുപോലെ എത്ര പാർട്ടികൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കാം. ഈ പാർട്ടി സെലക്ഷൻ വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് ഇനിയും ചെയ്യുവാനുണ്ട്. ശേഷം ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ പാർട്ടിയുടെ പേരും പ്രതീകാത്മകമായ നിറവും നിർബന്ധമായിട്ടും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടാവണം. അതേസമയം നിങ്ങളുടെ വാർഡിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഇവിടെ തയ്യാറാക്കണമെന്നില്ല. മിനിമം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണോ അത് നിർബന്ധമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത പാർട്ടിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. മിനിമം ഒരു പാർട്ടിയെങ്കിലും നിർബന്ധമാണ്. ദെൻ ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. അവയിൽ നിന്നും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണോ അത് സെലക്ട് ചെയ്യുക. നേരത്തെ നിങ്ങൾ 4 പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പാർട്ടിയെ സെലക്ട് ചെയ്യുക. ഒന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ ബോക്സിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ടിക്ക് മാർക്ക് കാണാം. ശേഷം കൺഫേം മൈ പാർട്ടി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നിലവിൽ നിങ്ങളുടെ വാർഡിൽ പാർട്ടിയെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങളുടെ വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ ചേർക്കുവാൻ വേണ്ടി താഴെ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ നിന്നും ഏറ്റവും മുകൾ ഭാഗത്ത് രണ്ടാമതായി പാർട്ടി എന്ന് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം വാർഡ് തിരഞ്ഞെടുക്കുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാർഡ് സെലക്ട് ചെയ്യുക. അന്നേരം പുതിയ പാർട്ടി ചേർക്കൽ എന്ന വീണ്ടും ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാർഡിലെ നിങ്ങളുടെ പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെ വിവരങ്ങൾ ചേർക്കുക. അവയ്ക്കൊക്കെ പ്രതീകാത്മകമായ ഒരു നിറവും നൽകുക. നിങ്ങളുടെ വാർഡിൽ എത്ര പാർട്ടികളാണോ നിലവിലുള്ളത് അത്ര പാർട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ പ്രത്യേകം പാർട്ടികളെ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ 3 പാർട്ടികളെ ഒരു ഡെമോ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. ശേഷം ഹോം എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് മെയിൻ മെനുവിലേക്ക് വരാവുന്നതാണ്. അന്നേരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള പാർട്ടികളുടെ പേരിൽ റൗണ്ട് ഷേപ്പിലുള്ള ബട്ടണുകൾ കാണുവാൻ സാധിക്കും. ഇനി തുടർന്നുള്ള സ്റ്റേജുകൾ അടുത്ത വീഡിയോയിലായിട്ട് ഡെമോ ചെയ്ത് കാണിക്കുന്നതാണ്.